എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏഴിലം പാല പുത്തു പൂമരങ്ങൾ കുട പിടിച്ചു വേലിമലയിൽ എന്ന ഗാനത്തിൻ്റെ അനുപല്ലവിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അനുപല്ലവിയും ചരണങ്ങളും ഒരേ സ്വരങ്ങൾ തന്നെയാണ്, വരികൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കുമ്പോൾ ഈ സ്വരങ്ങൾ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ അനുപല്ലവിയിലേക്ക് പോകുമ്പോൾ 1 2 3 1 2 3 1 2 പൊൻകിനാവിൻ 1 2 ഗ ഗ പദ 1 2 പൊൻകിനാവിൻ 1 2 1 2 പൂവനത്തിൽ പൂവനത്തിൽ പദനിസാസ സനിരിസഗ പദനിസാസ സനിരിസാഗ. ഗായിലേക്ക് ഇങ്ങനെ സ്ലൈഡിങ് വരുന്നുണ്ട്. പദനിസാസ സനിരിസഗ പൂവനത്തിൽ പദനിസാസ സനിരിസാഗ. 1 2 ഗ ഗ പദ പദനി സ സ നി സ ഗ 1 2 പാരിജാതം ഗമ പദ പാരിജാതം ധനി ധനി പദ പ പൂത്തുലഞ്ഞു ധനി ധനി പദ പാപ പൂത്തുലഞ്ഞു മപഗ ഒരു മപഗ എന്ന് താഴേക്ക് മപഗ ചെറിയ മപഗ ധനി ധനി പദ പാപ മപഗ. അങ്ങനെ ഫ്ലൂട്ടിൽ കട്ടിങ് വരും, എങ്കിലും അങ്ങനെ പാടിയിട്ടുണ്ട്. അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പം അത്രയൊന്നും ഇത് മെയിൽ വോയിസാണ് തുടങ്ങുന്നത്. 1 2 എന്നിട്ട് വായിക്കാം. 1 2 അത് കഴിഞ്ഞിട്ട് ഒരു സന്തൂരും ഗ്ലോക്കൺ സ്പെല്ലും ചേർന്നൊരു ലിങ്ക് വരും. സന്തൂരും സ നി ദ ഗമ പദ നി ദ പ മ ഗ പ സ നി ദ ഗമ പദ നി ദ ഗമ പദ നി ദ ഗമ പദ നി ദ പ മ ഗ പ പ മ ഗ പ. സന്ദൂരത്രം വരും. അപ്പോൾ ഗ്ലോക്കൺ സ്പെല്ല് ഓഫ് ബിറ്റ് 1 സ 1 നി 1 ദ 1 ടാങ് 1 ടാങ് 1 ടാങ് അങ്ങനെ 1 സ 1 നി 1 ദ. അപ്പോൾ സ എന്ന് സന്ദൂരം വയ്ക്കുമ്പോൾ സ സ നി ദ ദ അങ്ങനെ വയ്ക്കും. അങ്ങനെ പിന്നെ ഗമ പദ നി ദ പ മ ഗ പ അത് സെയിം തന്നെ. അപ്പോൾ ഗ്ലോക്കൺ സ്പെല്ല് 1 1 1 അത് രണ്ടുപേരും കൂടി ചേർന്ന് വായിക്കും. അതാണ് ഈ ലിങ്ക്. ഈ ലിങ്ക് കഴിഞ്ഞിട്ട് ഈ പൊൻകിനാവിൻ എന്നുള്ള വരി ഒന്നുകൂടി പാടും. അപ്പോൾ അതിൻ്റെ എൻഡിൽ മപ്പ ഗക്ക് വരും മപ മ വലിയ മ വരും.
പൂത്തുലഞ്ഞു മ പ മ വലിയ മ പ മ വലിയ മ പ മ അതിങ്ങനെ വാക്കി ഈ ഹോൾ ഉണ്ടെങ്കിൽ മ പ മ. ഇപ്പോൾ കട്ടാവില്ല, അല്ലെങ്കിൽ കട്ടായിപ്പോകും. അങ്ങനെ വായിക്കാം. അവിടെ നിന്ന് സുശീലാമ്മ ഫീമെയിൽ പോർഷൻ പാടും. 1 2 മ പ ധ നി ധ എൻ മനസ്സിൻ 1 2 മ പ ധ നി ധ മ പ ധ നി ധ എൻ മനസ്സിൻ 1 2 മലനിരകൾ പ പ മ പ ധ നി ധ പ പ മ പ ധ നി ധ. അവിടെ വലിയ മായ വരുന്നത് പ പ മ പ ധ നി ധ. വൺ ടു പുന്നശോക പപരീഗാമ പപരീഗാമ പുന്നശോക പുന്നശോക പപരീഗാമ. മലരണിഞ്ഞു പപരിരിഗരി ദിസസ പപരിരിഗരി ദിസസ. ഒന്നുകൂടെ വായിക്കാം എൻ മനസ്സിലോട്ട്. 1 2 അത് കഴിഞ്ഞിട്ട് പിന്നെ 1 2 ആകാശത്താമര പോൽ. അത് പല്ലവിയുടെ അതേ ട്യൂൺ തന്നെ വരും, വരി മാറും. 1 2 സഗ ഗ ഗ ഗ ഗ ഗ ഗമ ഗ ഗ. 1 2 സഗ ഗ ഗ ചെറിയ ഗ ഗ ഗ ഗ ഗമ ഗ ഗ. അവിടെ അവസാനം ചെറിയ ഗ. 1 2 ആകാശത്താമര പോൽ. 1 2 ഒന്നുകൂടി. 1 2 എൻ മടിയിൽ വന്നു നിന്നോ എൻ മടിയിൽ എൻ മടിയിൽ ഗ ഗ ഗ ഗപ ഗ സ ഗ ഗ ഗ ഗപ ഗ രി സ. വന്നു വീണു വന്നു വീണു. രീ രീ എന്ന് പറയുമ്പോൾ സ ഷഡ്ജത്തിൽ നിന്ന് വരും. സരി സരി സ നീ ദ നി സ നി നീ ധനിത പദ ധനിത പദ വീണു. രീ രീ സ നി സ നി ധനിത പദ ധനിത പദ. ആകാശത്താമര പോൽ എൻ മടിയിൽ വന്നു വീണു. 1 2 ഒന്നിൽ വായിക്കാം. 1 2 ആത്മസഖിനി 1 2 ദരിരി ഗരിരി സസ ആത്മസഖിനി. 1 2 ആത്മസഖിനി. 1 2 1 2 പ്രാണസഖിനി ഗപ ഗരിരി സ. 1 2 ഗപ ഗരിരി സ. 1 2 പ്രാണസഖി. 1 2 പ്രാണസഖി. 1 2 1 2
പ്രാണ സഖി നീ. അനുവലി മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കാം. 1 2. ഇതാണ് ഈ അനുപല്ലവിയും ചരണവും. അത് കഴിഞ്ഞിട്ട് ഹമ്മിങ് വരും അവസാനം. ഹമ്മിങ് വരുന്നത് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും മാറി മാറി വരും. അവസാനത്തെ ഹമ്മിങ് മെയിൽ വോയിസ്, അത് ഫീമെയിൽ വോയിസ്. അപ്പോൾ 1 2 3 മെയിൽ, 1 2 3 അത് ഫീമെയിൽ. വീണ്ടും മെയിൽ വോയിസ് ഫീമെയിൽ അവിടെ ചെറിയ നീന്ന് ദാ വരും, നിതാന്ന് വരും. അവിടെ മാത്രം ദാ. അപ്പൊ മെയിൽ ദാ, ഫീമെയിൽ അതുകൊണ്ട് സാനീത 1 2 3 അത് മെയിലും ഫീമെയിലും ചേർന്ന് വരും. സാ 2 3 നീ 2 3 ദാ 2 3 1 2 3. നീദാ പാ അതൊരുമിച്ച് നീദാ പാ ആ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് വായിക്കാം. ഹമ്മിങ് ഹമ്മിങ്ങിൻ്റെ ഇടയ്ക്ക് അവസാനത്തെ പോർഷൻ ഒരുമിച്ച് പാടുമ്പോൾ ശരി 2 ഫില്ലിങ് വരും. ഗ്ലോക്കൺ സ്പെല്ല് എന്ന് പറഞ്ഞാൽ ജലതരംഗത്തിൻ്റെ ടോൺ. സാനീദ രീമാ രീമാദ 1 രീമാ രീമാദ ചെറിയ മാ രീമാ 1 രീമാ രീമാദ സാനീദ. നീദ പഗ പഗ പനി 1 ഗ പഗ പനി 1 ഗ പഗ പനി 1 നീദ പ സാനീദ നീദ പ സാനീദ നീദ പ. അങ്ങനെ വരും. ഗ പ ഗ പ നി സ എന്ന് വരും ലാസ്റ്റ്. ഈ സ നീദ നീദ പ അത് 2 പ്രാവശ്യം വരും. അതിൻ്റെ അവസാനം ഒരു സാ കൂടി വായിക്കും ഗ്ലോക്കൺ സ്പെല്ല്. അപ്പോഴാണ് പാട്ട് പൂർണ്ണമാകുക. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ എന്നെ 9447200365 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തിരക്കേണ്ടതാണ്. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.
ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്കും എത്തിക്കണം. കൂടാതെ ബെല്ലൈക്കണും അടിക്കണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഒരു 96ാമത്തെ ഗാനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.